എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ വീടിൻ്റെ പുറത്തൊരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വില്ലേജ് സ്റ്റൈലിൽ ഒരു ദം ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് അത് ചെയ്തത്. ആ ഒരു വീഡിയോ മൊബൈലിൽ കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് ഫയൽസൊക്കെ മിസ്സിങ് ആയിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്ക് എല്ലാം തന്നെ ഇതിൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ചിക്കൻ വാങ്ങി വന്നു. ഇതിലേക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ നന്നായിട്ട് കഴുകണം. ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടുപ്പ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇത് വില്ലേജ് ശൈലിയിൽ നമുക്ക് വയ്ക്കുക. വിറകും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു വില്ലേജ് സ്റ്റൈലിൽ ഒരു അടുപ്പൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു. പിന്നെ അത് നമ്മുടെ ബിരിയാണീൻ്റെ അരി നന്നായിട്ട് കഴുകി അതും നമുക്ക് വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടുപ്പ് ഇവിടെ അടിപൊളിയായിട്ട് കത്തി. അപ്പോൾ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിൽ ഈ ഒരു അരി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്തു. അപ്പോൾ പുറത്ത് വെക്കാനുള്ള പാത്രങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും ഗ്യാസിലാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ചീനച്ചട്ടി ഇതുപോലെ ചൂടാക്കിയിട്ട് ഓയിലൊക്കെ നന്നായി ചൂടായി വന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളില്ലേ, അതെല്ലാം തന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു. കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ. പുറത്ത് അങ്ങനെ പാചകമൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. പുകയൊക്കെ വരുന്നുണ്ട്, എന്നാലും പിന്നെ പുകേൻ്റെ ആ ഒരു സ്മെല്ലൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം തന്നെ ഇങ്ങനെ ഓയിലിൽ നിന്ന് എടുക്കാം. പിന്നെ അടുത്തതായിട്ട് ആ ഒരു ഓയിലിലേക്ക് തന്നെ കുറച്ച് സവോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ 1 കിലോ ചിക്കൻ ഒരു 4 സവോള എന്നുള്ള കണക്കിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് വാടി വന്നപ്പോൾ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നിങ്ങനെ റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഗരം മസാലയുടെ പൊടിയൊക്കെ ലാസ്റ്റ് ഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിക്കനൊക്കെ അങ്ങനെ തയ്യാറാക്കി മാറ്റി വെച്ചു. പിന്നെ വേറൊരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ താഴെ കുറച്ച് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഇട്ട് കൊടുത്തു. ആ ഓയിലോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതിൽ പിന്നെ നമ്മൾ വീണ്ടും ചോറിട്ടു, പിന്നെ ചിക്കൻ ഇട്ടു, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു. അങ്ങനെ ഫുള്ള് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ മൂടി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ മൈദമാവ് ഒന്ന് കുഴച്ചിട്ട് ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു മോഡലില്ലേ, അതുപോലെ കുഴച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസിൽ കുഴച്ചിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിയിരിക്കില്ലല്ലോ. എന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കനലിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളൊരു വില്ലേജ് സ്റ്റൈലിൽ ചെയ്തതാണ്. അപ്പോൾ താഴെയും കനലുണ്ട്, മുകളിലും കനലുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുത്തു, തീരെ ആവി പുറത്തോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ ഒരു ചെറിയ ചൂടിൽ അങ്ങനെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കനലിലൊക്കെ വെച്ചിട്ട് ചെയ്യണ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ കരിയാണ്ട് നോക്കണം, ചെറിയ തീയേ പാടുള്ളൂ. അപ്പോൾ വീട്ടിൽ അടുപ്പുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം അകത്ത് തന്നെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് നമുക്കിത് തുറന്നിട്ട് നോക്കാം. നമ്മുടെ ബിരിയാണിക്ക് ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഇൻട്രസ്റ്റിലായിരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ. കണ്ടില്ലേ, ഇതിപ്പോൾ വെയിറ്റൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് ആ സൈഡിലുള്ള മൈദയുടെയൊക്കെ മിക്സൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, എന്തായിന്നറിയാലോ. അപ്പോൾ തുറന്നപ്പോൾ ആ ഒരു നെയ്യിൻ്റെയും ആ ഒരു നല്ലൊരു
ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അതിൽ മിക്സായിട്ട് റൈസിലൊക്കെ മിക്സായി നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓയിലോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചിക്കൻ ഇട്ടുകൊണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ദം ബിരിയാണീൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഇനി എന്തൊക്കെയോ ശരിക്കൊക്കെ ചെയ്യുമ്പോൾ ചേർക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുള്ളൊരു ദം ബിരിയാണിയാണ്. എന്നാലും ടേസ്റ്റിലൊരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടോ, അപ്പോൾ എന്താണ് എൻ്റെ ഹസ്ബൻഡ് അന്ന് ചെയ്തിട്ടുള്ള സൂപ്പറായിട്ടുള്ള ദം ബിരിയാണി. അപ്പോൾ ഞങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ലോക്ക്ഡൗൺ ദിവസം ചെയ്തൊരു ബിരിയാണി ആയിരുന്നു ഇത്. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. വീടിൻ്റെ ഉള്ളിൽ അടുപ്പുള്ളവർക്ക് ഇതുപോലെ കനലൊക്കെ ഇട്ടിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്